അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വിഷയത്തിൽ ദർവാജ തോടാ ബന്ദ് കർ ലേനാ. ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട സിദ്ദീഖ് ഉസ്താദ് പറഞ്ഞതിൻ്റെ ശരി. ഇവിടെ കലാമുൽ ഇമാമി ഫിൽ ഖുത്ബത്തി എന്ന് പറയുന്ന ഉമ്മിലെ ഭാഗം 232 പേജിൽ മഹാനവറുകൾ ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലിറജുലിൻ ദഖലൽ മസ്ജിദ വഹുവ അലൽ മിൻബരി. റസൂലുള്ളാഹി തങ്ങൾ മിമ്പറിലിരിക്കുന്ന സമയത്തൊരു പള്ളിയിൽ പ്രവേശിച്ച പുരുഷനോടായി തങ്ങൾ ചോദിച്ചു, ഫഖാല അസ്വല്ലൈത, നിസ്കരിച്ചോ? ഫഖാല ലാ, നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഫഖാല ഫസ്വല്ലി റകഅത്തൈനി, 2 റകഅത്ത് നിസ്കരിച്ചോളൂ. വഫി ഹദീസ് അബീ സഈദ് ഫതസദ്ദഖ الرجل ബിഅഹദി സൗബൈഹി ഫഖാല النبي സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉൻദുറൂ ഇലാ ഹാദല്ലദി. അപ്പൊ മറ്റൊരു ഹദീസിൽ കുറച്ചും കൂടെ ആ ഭാഗം കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വന്ന പുരുഷൻ അദ്ദേഹത്തിന്റെ ഈ 2 വസ്ത്രങ്ങളിൽ നിന്ന് ഒരാൾക്ക് സദഖ ചെയ്തു. റസൂലുള്ളാഹി തങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നോക്കൂ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്തൊരു നല്ല പ്രവർത്തനം. എന്നിട്ട് പറഞ്ഞു ഈ ഹദീസ് തെളിവായിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഖാല ശാഫിഈ വലാ ബഅസ യതകല്ലമു الرجل ഫീ ഖുതുബത്തിൽ ജുമുഅത്തി വകുല്ലി ഖുതുബത്തിൻ ഫീമാ യഅനീഹി വയഅനീ ഗൈറഹു ബികലാമിൻ നാസി വലാ ബഅസ യതകല്ലമു الرجل. ഖതീബ് സംസാരിക്കുന്നതിൽ കേടായി ഒന്നും കാണുന്നില്ല, കുഴപ്പമില്ല. ഫീ ഖുതുബത്തിൽ ജുമുഅത്തി വകുല്ലി ഖുതുബത്തിൻ, ജുമുഅയോ ജുമുഅയേതര ഖുതുബയിലോ സംസാരിക്കുന്നതിൽ കുഴപ്പം കാണുന്നില്ല. ഫീമാ യഅനീഹി വയഅനീ ഗൈറഹു ബികലാമിൻ നാസി, ആ ഖതീബുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലോ അല്ലെങ്കിൽ ഖതീബ് അല്ലാത്തവരുമായി ബന്ധപ്പെട്ട വിഷയത്തിലോ ജനങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് ഈ ഹദീസ് കൊണ്ട് പറയാൻ പറ്റുമെന്ന് ബഹുമാനപ്പെട്ട ഷാഫി ഇമാം പറഞ്ഞു. യഥാർത്ഥത്തിൽ ഷാഫി ഇമാമിന്റെ ഉമ്മില് നമ്മളെ സാധാരണ ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ പറയുന്നത് പോലെ പഞ്ചവിധികളാൽ നിർണയിക്കപ്പെടുന്ന അഹ്കാമുകളല്ല പറയുന്നത്. വലാബസ, അതുപോലെ യഹ്സുനു എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു പ്രത്യേക ശൈലിയാണല്ലോ. അപ്പൊ ഇതിനെക്കുറിച്ച് ശാഫിഈ മദ്ഹബിലെ തന്നെ പണ്ഡിതന്മാർ വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായി നിഹായിൽ ഈ വിഷയം പറയുന്ന ഭാഗത്ത് കാണാൻ 2-ാം വാള്യം 320 വലാ യഹ്റുമുൽ കലാമു അലൽ ഖതീബി ഖത്അൻ, ഖതീബിന് തീരെ സംസാരിക്കാൻ പാടില്ല എന്ന് പറയാൻ വകുപ്പില്ല. ഖത്അൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അവിടെ ഒരു ഖിലാഫിന്റെ മഹല്ലുണ്ട്. ഏതാണ് ആ മഹല്ല്? മഹല്ലുൽ ഖിലാഫി ഫീ കലാമിൻ ലാ യതഅല്ലഖു ബിഹി ഗറദുൻ മുഹിമ്മുൻ നാജിസുൻ. പെട്ടെന്ന് പറയേണ്ടതായ അതിമുഖ്യമായ ഏതെങ്കിലും വിഷയം അതുമായി ബന്ധപ്പെടാത്തത് ആവുമ്പോൾ പെട്ടെന്ന് പറയേണ്ടതും അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുമാണെങ്കിൽ അത് പറയണമെന്ന വിഷയത്തിൽ 2 അഭിപ്രായമില്ല. രണ്ടഭിപ്രായമുള്ളത് അത്യാവശ്യമായ വിഷയങ്ങൾ മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ, അതല്ല അത്യാവശ്യമല്ലാത്തത് പറയാൻ പറ്റുമോ എന്നതിലാണ്. അപ്പൊ ഫഇൻ തഅല്ലഖ ബിഹി ദാലിക കമാ ലൗ റഅ മാ യഖഉ ഫീ ബിഇരിൻ ഔ അഖറബൻ തദുബു അലാ ഇൻസാനിൻ ഫഅൻദറഹു ഔ അല്ലമ ഇൻസാനൻ ശൈഅൻ മിനൽ ഖൈരി ഔ നഹാഹു അൻ മുൻകരിൻ ലം യകുൻ ഹറാമൻ ഖത്ആ എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഫഇൻ തഅല്ലഖ ബിഹി ദാലിക, അതങ്ങനെ ആ വിഷയം ഗൗരവമുള്ളതാണെങ്കിൽ, ഏതുപോലെ കമാലു റഅ, അന്ധനായ മനുഷ്യൻ കിണറിൽ ആപതിക്കുമെന്ന് വന്നാൽ, അല്ലെങ്കിൽ അഖറബൻ തദുബു അലാ ഇൻസാനിൻ ഫഅൻദറഹു, ഒരു തേള് ഒരാളെ കുത്താൻ വേണ്ടി പോകുന്നു, അതിനു വേണ്ടി അതിൽ നിന്ന് അദ്ദേഹത്തെ ഇൻസാൻ ശൈഅൻ മിനൽ ഖൈരി ഔ നഹാഹു അനിൽ മുൻകരിൻ, ഖൈറായ വിഷയം ആർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുത്തു അല്ലെങ്കിൽ മുൻകറായതിനെ തൊട്ട് വിരോധിച്ചു, അതൊന്നും ഒരിക്കലും ലം യകുൻ ഹറാമൻ ഖത്അ ബൽ ഖദ് യജിബു അലൈഹി, ചിലപ്പോൾ അത് നിർബന്ധമാകുന്ന രൂപവുമുണ്ട്. ലാകിൻ യുസ്തഹബ്ബു അൻ യഖ്തസിറ അലൽ ഇശാറത്തി ഇൻ അഗ്നത്ത്, അങ്ങനെ അത്തരം ഘട്ടങ്ങളിൽ, അതായത് ഇമാം ഇടപെടേണ്ട ഒരു സന്ദർഭത്തിൽ തന്നെ ഇശാറത്ത് കൊണ്ട്, സൂചനകൾ കൊണ്ട് അത് തൃപ്തികരമാവുമെങ്കിൽ അതിൽ തന്നെ ചുരുക്കൽ സുന്നത്താണ് എന്നുമൊക്കെ നിഹായ പറയുന്നു. അപ്പം അത്യാവശ്യമായ ഘട്ടങ്ങളിൽ സംസാരിക്കാൻ പറ്റോ ഇല്ലേ എന്നതിനെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഷാഫി ഇമാം അവിടെ പറഞ്ഞത്. അതിനെ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി തങ്ങൾക്ക് അനുകൂലമാക്കി മറ്റേ ഇയാൾ പറഞ്ഞ പോലെ സക്കരിയ സലാഹി പറഞ്ഞ പോലെ കോട്ടി മാറ്റിയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇൻഷാ അല്ലാഹ്.